അധികാരത്തിന്റെ ഇടനാഴികളിൽ അടിഞ്ഞുകൂടുന്ന കറുത്ത പണത്തിന്റെ മണത്തിന് ചോരയേക്കാൾ കട്ടിയുണ്ട്. സിംഹാസനങ്ങളില്ലാത്ത നിഴൽ മനുഷ്യർ ഭരിക്കുന്ന നഗരപ്രാന്തങ്ങളിൽ നിയമം എഴുതപ്പെടുന്നത് തോക്കിൻ കുഴലുകൊണ്ടാണ്. ഒടുങ്ങാത്ത ആർത്തി, രാഷ്ട്രീയ ഹുങ്ക്, കണ്ണില്ലാത്ത ക്രൂരത, മൂന്നും ഒത്തുചേർന്നപ്പോൾ അവിടെ ഒരു മനുഷ്യന്റെ ആയുസ് അറുത്തു മാറ്റപ്പെട്ടു. നിഗൂഢതകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഓരോ തെളിവും വിരൽ ചൂണ്ടുന്നത് അദൃശ്യമായ വലിയ കൈകളിലേക്കാണ്. ഇത് ആസൂത്രിതമായൊരു വേട്ടയുടെയും അധികാരക്കൊതിയുടെയും അടങ്ങാത്ത പ്രതികാരത്തിന്റെയും ചോരമണക്കുന്ന സത്യമാണ്. നമുക്ക് ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. കാർഷിക മേഖലയാണ് ബീഡും പരിസര പ്രദേശങ്ങളും. ചരിത്ര പശ്ചാത്തലം കൊണ്ടും കൃഷിയെ ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥ കൊണ്ടും മനോഹരമായ ഒരു തനി നാടൻ മറാത്ത ഗ്രാമം. ഗോദാവരി, മഞ്ചീര തുടങ്ങിയ നദികൾ ഒഴുകുന്ന ബീഡ്. ആ മനോഹാരിതയ്ക്കും ശാന്തതയ്ക്കും മേൽ നിഴൽ പടർത്തിയ ഒരു വാർത്ത, ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത. ഡിസംബർ 9 തിങ്കളാഴ്ച വൈകിട്ട് 3:30 ടോൾ പ്ലാസയിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ നീക്കം. 2 പുരുഷന്മാർ സഞ്ചരിക്കുകയായിരുന്ന ഒരു കാറിന് കുറുകെ പെട്ടെന്നാണ് ആ കറുത്ത സ്കോർപിയോ SUV കാർ വന്നു നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങി വന്ന 6 അംഗ സംഘം പെട്ടെന്ന് 2 പുരുഷന്മാർ സഞ്ചരിക്കുകയായിരുന്ന ആ കാറിന് നേർക്ക് ആക്രമണം നടത്തി. അക്രമികൾ കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത ശേഷം കാറിലുണ്ടായിരുന്ന ഒരു പുരുഷനെ ബലമായി പിടിച്ചു വലിച്ച് പുറത്തിറക്കി. പട്ടാപ്പകൽ ടോൾ പ്ലാസ ജീവനക്കാരും മറ്റു യാത്രക്കാരും നോക്കി നിൽക്കുകയായിരുന്നു ആ ആക്രമണം. കാറിലുണ്ടായിരുന്ന മറ്റേ യുവാവ് സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അക്രമികൾ പുറത്തേക്ക് വലിച്ചിറക്കിയ ആളെ ബലമായി അവരുടെ കാറിലേക്ക് കയറ്റി. തുടർന്ന് ആ സ്കോർപിയോ കാർ അതിവേഗത്തിൽ ഹൈവേയിലൂടെ ഓടിച്ചുപോയി. ഉമ്രി ടോൾ പ്ലാസ, NH 548D, പൂനെ അഹമ്മദ്പൂർ ഹൈവേ, ഡോങ്കാവ്, മഹാരാഷ്ട്ര. ടോൾ പ്ലാസ അധികൃതർ വേഗം വിവരം പോലീസിനെ വിളിച്ചറിയിച്ചു. ബീഡ് ജില്ലാ പോലീസിന് കീഴിലെ കെച്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അക്രമം നടന്നിരിക്കുന്ന ഉമ്രി ടോൾ പ്ലാസ. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെ കെച്ച് ടൗണിലാണ് പോലീസ് സ്റ്റേഷൻ. വിവരം ലഭിച്ചതിനു പിന്നാലെ കെച്ച് പോലീസ് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. പോലീസ് എത്തി ടോൾ പ്ലാസ അധികൃതരിൽ നിന്ന് വിവരങ്ങൾ തേടി. പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ ആരും വാഹന നമ്പർ ശ്രദ്ധിച്ചിരുന്നില്ല. കറുത്ത നിറമുള്ള സ്കോർപിയോ SUV കാറാണെന്ന് മാത്രം അവർക്കൊക്കെ അറിയാം. അതിനിടെ ആ കാറിലുണ്ടായിരുന്ന മറ്റേ വ്യക്തിയിൽ നിന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടി. തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിന് നേരിട്ട് സാക്ഷിയായിരുന്ന ഏക വ്യക്തി, അയാളുടെ പേര് ശിവരാജ് ദേശ്മുഖ്. അയാളിൽ നിന്നാണ് അക്രമികൾ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചത്. മെസാജോക് പഞ്ചായത്ത് ഗ്രാമമുഖ്യൻ സന്തോഷ് ദേശ്മുഖിനെയാണ് അജ്ഞാത അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ശിവരാജ് ദേശ്മുഖ് പോലീസിനോട് പറഞ്ഞു, പൂനെ ഭാഗത്തേക്കാണ് അവർ സന്തോഷിനെ കൊണ്ടുപോയത്. ആർക്കും വാഹനത്തിന്റെ നമ്പർ അറിയാത്ത സാഹചര്യത്തിൽ പോലീസ് വേഗം ടോൾ പ്ലാസയിലെ CCTV ക്യാമറകൾ പരിശോധിക്കാൻ ഉറപ്പിച്ചു. CCTV ദൃശ്യങ്ങളിൽ അക്രമികൾ കാറ് തടഞ്ഞു നിർത്തുന്നതും സന്തോഷിനെ തട്ടിക്കൊണ്ടുപോകുന്നതും വ്യക്തമായി പതിഞ്ഞിരുന്നു. പോലീസ് ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. ഗ്രാമമുഖ്യൻ സന്തോഷിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കാട്ടുതീ പോലെയാണ് മസാജോഗിലും പരിസര പ്രദേശങ്ങളിലും എത്തിയത്. പോലീസ് പല സംഘങ്ങളായി പിരിഞ്ഞ 4 പാടും അന്വേഷണം ഊർജിതമാക്കി. ദൈതാന ശിവർ, നാന്ദൂർകട്ട് റോഡ്, മസാജോഗ്, ബീഡ്, മഹാരാഷ്ട്ര.
വൈകുന്നേരം 6 മണി. അന്വേഷണത്തിന്റെ ഭാഗമായി നാലുപാടും തെരച്ചിൽ തുടങ്ങിയ പോലീസ് സംഘത്തിലെ ഒരു ടീം മസാജോ ഗ്രാമത്തിലെ നാന്തൂർക്കട്ട് റോഡിലൂടെ നീങ്ങുകയായിരുന്നു. അതിനിടെയാണ് അപ്രതീക്ഷിതമായി ആ ടീം ആ കാഴ്ച കണ്ടത്. ദൈതാന ശിവർ എന്ന സ്ഥലത്തെ വിജനമായ റോഡരികിൽ ഒരാൾ കിടക്കുന്നു. പോലീസ് സംഘം വാഹനം നിർത്തി റോഡിൽ കിടക്കുന്ന ആളെ പരിശോധിച്ചു. അത് സന്തോഷ് ദേശ്മുഖ് തന്നെയായിരുന്നു. അപ്പോഴേക്കും രക്തം വാർന്ന അബോധാവസ്ഥയിലായ നിലയിലായിരുന്നു സന്തോഷ്. പോലീസ് ഉടൻ തന്നെ സന്തോഷ് ദേശ്മുഖിനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ സന്തോഷിന്റെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അവിടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കാനാണ് സാധ്യത. സന്തോഷ് ദേശ്മുഖ്, വയസ്സ് 44, BJP നേതാവ്, സർപഞ്ച്, മസാജോഗ്, ബീഡ്, മഹാരാഷ്ട്ര. സജീവ BJP പ്രവർത്തകൻ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ഗ്രാമമായ മസാജോഗിലെ BJPയുടെ ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങളുടെ ചുമതല സന്തോഷ് ദേശ്മുഖിനായിരുന്നു. BJP നേതാവ് പങ്കജ മുണ്ടയുടെ വിശ്വസ്തൻ കൂടിയായ സന്തോഷ് 2013 സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സജീവ BJP പ്രവർത്തകനായിരുന്നു സന്തോഷ് ദേശ്മുഖ്. 2017 സന്തോഷിന്റെ ഭാര്യ അശ്വിനി ദേശ്മുഖ് മസാജോ ഗ്രാമത്തിലെ സർപഞ്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് 2022 സന്തോഷ് ദേശ്മുഖ് നേരിട്ട് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ സർപഞ്ച് പദവിയിലെത്തുകയായിരുന്നു. ഗ്രാമീണർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന പ്രോജക്റ്റുകളിലൂടെ നാട്ടുകാർക്കിടയിൽ വലിയ ജനപിന്തുണയുള്ള നേതാവായി മാറുകയായിരുന്നു സന്തോഷ് ദേശ്മുഖ്. തങ്ങളുടെ ആ നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം കേജിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാനായിരുന്നു ആദ്യ തീരുമാനം. പക്ഷേ അത് പെട്ടെന്ന് മാറി. ബീഡ് സിവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമെത്തി. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു പുതിയ നടപടി. തെളിവുകൾ നശിപ്പിക്കാനും പ്രതികളെ സഹായിക്കാനുമായി ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നുവെന്ന വളരെ വേഗം ആരോപണമുയർന്നു. കേജ് ആശുപത്രിക്ക് പകരം ബീഡിലേക്ക് മൃതദേഹം മാറ്റിയ നടപടിയെ അപലപിച്ച് സന്തോഷ് ദേശ്മുഖിന്റെ സഹോദരൻ ധനഞ്ജയ് ദേശ്മുഖും ഗ്രാമീണരും രംഗത്തെത്തി. ബീഡിലെ സർക്കാർ സിവിൽ ആശുപത്രിയിൽ നടന്ന സന്തോഷ് ദേശ്മുഖിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അപ്പോഴേക്കും പുറത്തു വന്നു. അക്രമത്തിന്റെ ക്രൂരത വെളിവാക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട്. സന്തോഷ് ദേശ്മുഖിന്റെ ശരീരത്തിൽ 56 കടുത്ത പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. ദൃക്സാക്ഷിയുടെ മൊഴി ശരിവെക്കുന്ന റിപ്പോർട്ട്. വലിയ ഇരുമ്പ് പൈപ്പ്, ഇരുമ്പ് വടികൾ, മരക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. ക്രൂരമായ മർദ്ദനമാണ് മരണത്തിന് തൊട്ടു മുൻപ് സന്തോഷ് ദേശ്മുഖ് നേരിട്ടതെന്ന വ്യക്തമായി. കേജ് പോലീസ് സംഭവത്തിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. അക്രമി സംഘത്തെയും അവർ സഞ്ചരിച്ചിരുന്ന കറുത്ത സ്കോർപിയോ കാറിനെയും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. സന്തോഷ് ദേശ്മുഖ് കൊലപാതക കേസ് അതിനോടകം മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചയായിരുന്നു. കേസിന്റെ ഗൗരവം പരിഗണിച്ച സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നായിരുന്നു അതീവ ശാസ്ത്രീയവും ശക്തവുമായ അന്വേഷണത്തിന് തുടക്കമിട്ടത്. തട്ടിക്കൊണ്ടുപോകൽ നടന്ന സമയത്ത് സന്തോഷ് ദേശ്മുഖിനൊപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കസിൻ ശിവരാജ് ദേശ്മുഖിന്റെ മൊഴിയാണ് പോലീസ് ആദ്യം വിശദമായി രേഖപ്പെടുത്തിയത്. അപ്പോഴാണ് നിർണായകമായ ഒരു വിവരം ശിവരാജ് പോലീസിനോട് പറഞ്ഞത്. സന്തോഷിനെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ അക്രമികൾ ഉറക്കെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.
വാൽമീക് അണ്ണ എതിർത്താൽ ഇതാണ് സംഭവിക്കുക എന്ന് ഇനി എല്ലാവരും അറിയും. ഇതായിരുന്നു അവരുടെ ആക്രോശിച്ചുള്ള വാക്കുകൾ. ശിവരാജ വിശദമായി മൊഴി നൽകി. ആ മൊഴിയിൽ നിന്ന് പോലീസിന് അന്വേഷണത്തിനുള്ള അടുത്ത ഒരു ശക്തമായ സൂചനയാണ് ലഭിച്ചത്. കൊലയാളികൾ സഞ്ചരിച്ച കറുത്ത സ്കോർപിയോ SUV-യുടെ യാത്രാ വഴി ടോൾ പ്ലാസകൾ മുതലുള്ള ഹൈവേ CCTV ദൃശ്യങ്ങളിലൂടെ പോലീസ് കൃത്യമായി നിരീക്ഷിച്ചു. ഇതിനിടെയാണ് പ്രതികൾ സഞ്ചരിച്ച വാഹനം ഉപേക്ഷിച്ച നിലയിൽ വാശിപ്പാര ചൗക്കിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. ആ പ്രദേശത്തെ CCTV ക്യാമറ പോലീസ് പരിശോധിച്ചു. അതോടെയാണ് അക്രമികളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കൊലയാളികൾ കാർ അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു. CCTV-യിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ ഒരാൾ, അത് സുദർശൻ ഖൂലെയായിരുന്നു. സുദർശൻ ഖൂലെ ബീഡ് ജില്ലയിലെ കുപ്രസിദ്ധ കുറ്റവാളിയായിരുന്നു. അയാളെ പോലീസ് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. സ്ഥലത്തെത്തിയ വിരലടയാള വിദഗ്ധർ SUV കാർ വിശദമായി പരിശോധിച്ചു. പ്രതികളുടെ വിരലടയാളങ്ങളും ഫോറൻസിക് തെളിവുകളും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു. പ്രതികൾ സുദർശനും സംഘവുമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവരുടെ മൊബൈൽ ഫോൺ രേഖകൾ അടിയന്തരമായി പരിശോധിച്ചു. കൃത്യം നടന്ന സമയത്ത് ഇവരുടെ ഫോണുകൾ ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു എന്ന് വ്യക്തമായി. കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതികൾ ഒരാളുമായി നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആളായിരിക്കണം അത്. മൊബൈൽ കോൾ വിവരങ്ങൾ ക്രോഡീകരിച്ചു. ഒരൊറ്റ പേരിലേക്ക് പോലീസ് എത്തിച്ചേർന്നു: വാൽമീക് കരാത്. ഹാബിച്വൽ ഒഫൻഡർ സുദർശൻ ഖൂലെ ജില്ലയിലെ ഗുണ്ടാ നേതാവാണ്. ആ കൊലയാളി സംഘം ബീഡ് ജില്ല വിട്ട് പൂനെ ഭാഗത്തേക്ക് കടന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ആ വിവരം നൽകിയത് ഒരു ഡോക്ടറായിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടയിൽ കൊലയാളി സംഘത്തിലെ ഒരാൾക്ക് പരിക്കേറ്റു. അതിനായി ഇവർ ഒരു പ്രാദേശിക ഡോക്ടറെ സമീപിച്ചു. ഈ ഡോക്ടറിൽ നിന്ന് ലഭിച്ച നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പൂനെയിലേക്ക് നീങ്ങിയത്. സൂചനകളുടെ തുമ്പ് പിടിച്ച് പോലീസ് പൂനെയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ റെയ്ഡ് നടത്തി. ഒടുവിൽ ഒരു ഒളിത്താവളത്തിൽ നിന്ന് അക്രമി സംഘത്തിലെ സുദർശൻ ഖൂലെ, സുധീർ ജാംഗ്ലെ എന്നിവരെ പോലീസ് പിടികൂടി. 2024 ഡിസംബർ 31 പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ പിടിക്കപ്പെടുമെന്നുറപ്പായതോടെ മുഖ്യ സൂത്രധാരൻ വാൽമീക് കരാത് പൂനെയിലെ CID ഓഫീസിലെത്തി കീഴടങ്ങി. പോലീസിന് പ്രധാന പ്രതികളെ കയ്യിൽ കിട്ടിയതോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ആ ഉത്തരങ്ങളിൽ നിന്നാണ് സന്തോഷിനെ വധിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ പോലീസ് കണ്ടെത്തിയത്. 2024 ബീഡ് ജില്ലയിലെ ഹരിത ഊർജ പദ്ധതികളുടെ ഭാഗമായി ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പ്രോജക്റ്റുകൾ നടക്കുന്ന കാലഘട്ടം. ബീഡ് ജില്ലയിലെ മസാജോഗ് ഗ്രാമത്തിലും കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഒരു പ്രമുഖ കമ്പനി മസാജോഗിലേക്ക് എത്തിയത്. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രോജക്റ്റുകളെ സന്തോഷ് ദേശ്മുഖ് സർപഞ്ചായ ഗ്രാമവും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പക്ഷേ അവിചാരിതമായ ചില തടസ്സങ്ങൾ ഇടയ്ക്കു കയറി വന്നു. ഡിസംബർ 6 മസാജോങ് ഗ്രാമത്തിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാനെത്തിയ അവാദ് കമ്പനി അധികൃതരെ പ്രദേശത്തെ ചില ഗുണ്ടാ സംഘങ്ങൾ വിരട്ടി. പ്രൊട്ടക്ഷൻ മണി വേണമെന്ന് പറഞ്ഞായിരുന്നു കമ്പനി അധികൃതരെ ഈ സംഘങ്ങൾ വിരട്ടിയത്. 2 കോടി രൂപയാണ് ഈ സംഘം കമ്പനി അധികൃതരിൽ നിന്നും ആവശ്യപ്പെട്ടത്. പ്രാദേശിക ഗുണ്ടകൾ 2 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവം സർപഞ്ചായ സന്തോഷ് ദേശ്മുഖിന്റെ ചെവിയിലുമെത്തി. ഗുണ്ടാ സംഘത്തിനു പിന്നിൽ വാൽമീക് കരാതായിരുന്നു. പണം നൽകിയില്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോകേണ്ടി വരുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി.
ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന, ഉപജീവനം വഴിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തിക്കും കൂട്ടുനിൽക്കില്ലെന്ന് ഉറച്ച നിലപാടെടുത്തതോടെയാണ് സന്തോഷ് ഗുണ്ടകളുടെ കണ്ണിലെ കരടായത്. ഒരു ദിവസം കമ്പനി ഉദ്യോഗസ്ഥരെ ഖൂലയും സംഘവും മർദ്ദിക്കുന്നതറിഞ്ഞ് മോചിപ്പിക്കാൻ സന്തോഷ് ഓടിയെത്തി. ഗ്രാമത്തിന്റെ വികസനത്തിന് ഈ പ്രോജക്റ്റ് അത്യാവശ്യമാണെന്ന് ഉറപ്പിച്ച സന്തോഷ് ദേശ്മുഖ് ഈ അക്രമികളെ ശക്തമായി ചെറുത്തു. അവാദ് കമ്പനിയുടെ സൈറ്റിൽ വച്ചാണ് സന്തോഷ് ദേശ്മുഖ് ഗുണ്ടാ സംഘത്തിന്റെ വിലപേശൽ പരസ്യമായി എതിർത്തത്. സുദർശൻ ഖൂലെ, പ്രതീക ഖൂലെ എന്നിവരടങ്ങുന്ന സംഘവുമായി സന്തോഷ് അന്ന് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിന് സന്തോഷിന്റെ കസിൻ സഹോദരനായ ശിവരാജ് ദേശ്മുഖ് സാക്ഷിയായിരുന്നു. ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചാണ് വാൽമീകി കരാത്ത് ബീഡിലും സമീപ പ്രദേശങ്ങളിലും വലിയ കമ്പനികളിൽ നിന്ന് പണം തട്ടിയിരുന്നത്. കമ്പനികളുടെ പ്രവർത്തനത്തെ തടയാൻ രാഷ്ട്രീയ ശക്തിയും ഇവർ പ്രയോഗിച്ചിരുന്നു. മേഖലയിൽ സമാന്തരമായി ഒരു ഭീകര ഭരണം സൃഷ്ടിക്കാനായിരുന്നു സംഘത്തിന്റെ ശ്രമം. വാൽമീകി കരാതും കൂട്ടാളികളും സൃഷ്ടിച്ച ഭയത്തിന്റെ അന്തരീക്ഷം കാരണം ഈ സംഘങ്ങൾക്കെതിരെ പരാതി നൽകാൻ വളരെ കുറച്ചുപേർ മാത്രമേ ധൈര്യപ്പെട്ടിരുന്നുള്ളൂ. ധൈര്യം സംഭരിച്ച ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലെത്തിയാൽ പരാതിക്കാരനെ മടക്കി അയക്കുന്നതായിരുന്നു പോലീസിന്റെ രീതി. ഇതിനിടയിലാണ് സന്തോഷ് ദേശ്മുഖ് കാറ്റാടി യന്ത്രം സ്ഥാപിക്കുന്ന അവാദ് കമ്പനിയിൽ വെച്ച ഗുണ്ടാ സംഘത്തെ എതിർത്തത്. സന്തോഷ് ദേശ്മുഖും ചില ഗ്രാമീണരും ചേർന്നാണ് അക്രമി സംഘത്തെ അവിടെ തടഞ്ഞത്. ഈ തർക്കത്തിൽ ഗ്രാമീണർ ഗുണ്ടകളെ മർദ്ദിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ മുന്നിൽ തങ്ങളെ നാണം കെടുത്തിയ സർപഞ്ച് സന്തോഷ് ദേശ്മുഖിനെ എന്തു വില കൊടുത്തും വകവരുത്തണമെന്ന് ഗുണ്ടാ സംഘം തീരുമാനിച്ചുറപ്പിച്ചു. തലവൻ വാൽമീകി കരാത് ഗുണ്ടാ സംഘങ്ങളെ വിളിച്ചു വരുത്തുന്നു. നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചു. അവാദ കമ്പനിയിൽ നിന്ന് പണം ലഭിക്കാത്തതിൽ വാൽമീകി ക്ഷുഭിതനായി. ഡിസംബർ 8 അണ്ണ കമ്പനി അടച്ചുപൂട്ടാൻ സന്തോഷ് ദേശ്മുഖാണ് തടസ്സം. അയാളെ ഒഴിവാക്കിയാലേ പണം കിട്ടൂ, അല്ലെങ്കിൽ കമ്പനി പൂട്ടാനെങ്കിലും കഴിയൂ. സുദർശൻ ഖൂലെ തന്റെ ഭാഗം പറഞ്ഞു. മറ്റുള്ള സംഘാംഗങ്ങൾ കൂടി അത് ഏറ്റുപറഞ്ഞതോടെ സന്തോഷിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വാൽമീകി കരാത് തീരുമാനിക്കുകയായിരുന്നു. മസജോഗിലെ കാറ്റാടി യന്ത്രം സ്ഥാപിക്കുന്ന പദ്ധതിയിൽ അതിനോടകം അവാദ കമ്പനി 300 കോടി രൂപയോളം മുടക്കിയ വിവരവും വാൽമീകി അറിഞ്ഞിരുന്നു. 2024 ഡിസംബർ 9 സമയം രാവിലെ 10 മണി. നാന്തൂർ ഫട്ടയിലുള്ള തിരങ്ക ഹോട്ടലിൽ വെച്ചാണ് സന്തോഷിനെ ആക്രമിക്കാനുള്ള അവസാനഘട്ട പദ്ധതികൾ അവർ തയ്യാറാക്കിയത്. ഗൂഢാലോചനയുടെ ഭാഗമായി മുഖ്യ സൂത്രധാരൻ വാൽമീകി കരാതും സുദർശൻ ഖൂലെയും തമ്മിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും കൃത്യം നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു. സന്തോഷിനെ ആക്രമിക്കാൻ ആവശ്യമായ 41 ഇഞ്ച് നീളമുള്ള ഗ്യാസ് പൈപ്പുകൾ, ഇരുമ്പ് വടികൾ, നക്കിൾ ഡസ്റ്ററുകൾ തുടങ്ങിയ മാരകായുധങ്ങൾ പ്രതികൾ കാറിൽ സൂക്ഷിച്ചു. സന്തോഷ് ദേശ്മുഖിന്റെ നീക്കങ്ങൾ പ്രതികൾ കൃത്യമായി നിരീക്ഷിച്ചു. സമയം ഉച്ചയ്ക്ക് 3 മണി. സന്തോഷ് ഒരു കാറിൽ വരുന്ന വിവരം അറിഞ്ഞതോടെ പ്രതികൾ കറുത്ത സ്കോർപിയോ SUV-യിൽ ടോൾ പ്ലാസയ്ക്ക് സമീപം കാത്തുനിന്നു. സന്തോഷ് സഞ്ചരിക്കുന്ന കാർ ആ ടോൾ പ്ലാസയ്ക്ക് സമീപം എത്തിയതോടെ അവർ ആ ടോൾ പ്ലാസയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സന്തോഷിനെ തട്ടിക്കൊണ്ടുപോയി. സുദർശൻ ഖൂലെയുടെ കൃഷിയിടത്തിനടുത്തുള്ള വിജനമായ പ്രദേശത്തെ ഒരു പാടത്തേക്കാണ് സന്തോഷിനെ കൊണ്ടുപോയത്. ഏകദേശം 2.5 മണിക്കൂറോളം നേരം സന്തോഷിനെ പ്രതികൾ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചു. 41 ഇഞ്ച് നീളമുള്ള ഹാൻഡിലോട് കൂടിയ ഗ്യാസ് സിലിണ്ടർ പൈപ്പുകൾ, ക്ലച്ച് വയറുകൾ ഘടിപ്പിച്ച ഇരുമ്പ് വടികൾ, മരക്കഷ്ണങ്ങൾ, നക്കിൾ ഡസ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. പ്രതികൾ സന്തോഷിനെ അർദ്ധനഗ്നനാക്കി നിലത്തിരുത്തിയാണ് മർദ്ദിച്ചത്.
രക്തം വാർന്ന അതീവ ഗുരുതരാവസ്ഥയിലായ സന്തോഷ് വെള്ളം ചോദിച്ചപ്പോൾ പ്രതികളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു. സന്തോഷ് മർദ്ദനമേൽക്കുന്നതിന്റെ വീഡിയോയും ഫോട്ടോയും അവർ മൊബൈലിൽ പകർത്തി. അടിയേറ്റ് അവശനായ സന്തോഷ് അബോധാവസ്ഥയിലായി. അവർ സന്തോഷ് ദേശ്മുഖിനെ വാഹനത്തിലേക്ക് കയറ്റി. വാഹനത്തിൽ വച്ച സന്തോഷ് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. സന്തോഷിന് ജീവനില്ല എന്നുറപ്പിച്ച സംഘം നാന്തൂർ ഘട്ട് റോഡിന് സമീപം വിജനമായ റോഡരികിൽ മൃതദേഹം ഉപേക്ഷിച്ചു. അവർ അതിവേഗം അവിടെ നിന്ന് കടന്നുകളയുകയും ചെയ്തു. ഒരു ഗ്രാമമുഖ്യന്റെ കൊലപാതകമായി അതൊതുങ്ങില്ല. ആ കേസിന് അവിചാരിതമായ രാഷ്ട്രീയമാനങ്ങൾ കൈവന്നു. കേസിൽ നിന്ന് വാൽമീകരാദിനെ ഒഴിവാക്കാനുള്ള ചരടുവലികളുണ്ടായി. ചില പോലീസ് ഉദ്യോഗസ്ഥർ അതിനുള്ള ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വന്നു. NCP അജിത് പവാർ വിഭാഗം നേതാവും മഹാരാഷ്ട്ര ഭക്ഷ്യമന്ത്രിയുമായിരുന്ന ധനഞ്ജയ് മുണ്ടയുടെ ഉറ്റ അനുയായിയായിരുന്നു വാൽമീക് കരാദ്. കൊലപാതകത്തിൽ വാൽമീകിന്റെ പങ്ക് തെളിഞ്ഞതോടെ കാര്യങ്ങൾ ധനഞ്ജയ് മുണ്ടയ്ക്ക് നേരെ തിരിഞ്ഞു. ബീഡ് ജില്ലയുടെ ഗാർഡിയൻ മിനിസ്റ്റർ എന്ന പദവി കൂടി ആ സമയത്ത് മുണ്ടയ്ക്കുണ്ടായിരുന്നു. വാൽമീകിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിനു പിന്നിൽ മന്ത്രിയാണെന്നാരോപിച്ച ധനഞ്ജയ് മുണ്ടയുടെ രാജിക്കായി മുറവിളി ഉയർന്നു. ഭരണമുന്നണിയിൽ തന്നെയുള്ള രണ്ടു പാർട്ടികൾ, BJPയും അജിത് പവാർ NCPയും. ആ രണ്ടു പാർട്ടികളുടെ ബന്ധം സന്തോഷ് ദേശ്മുഖ് വധത്തിൽ ഉലഞ്ഞു. സന്തോഷിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഗത്യന്തരമില്ലാതെ ധനഞ്ജയ് മുണ്ടയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതുകൊണ്ടും വിവാദങ്ങൾ അവസാനിച്ചില്ല. കേസ് പരിഗണിക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഹോളി ആഘോഷിക്കുന്ന ഒരു ചിത്രം ഈ ഘട്ടത്തിലാണ് പുറത്തു വന്നത്. വാൽമീകിനെ രക്ഷിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 പോലീസുകാരും ജഡ്ജിക്കൊപ്പം ആ ഹോളി ആഘോഷത്തിലുണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തക അഞ്ജലി ധമാനി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആ വിവരങ്ങൾ പുറത്തുവിട്ടു. 2025 ഫെബ്രുവരി 27 ബീഡ് സെഷൻസ് കോടതി. കേസിൽ ബീഡ് സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 1400 പേജുള്ള കുറ്റപത്രം. സന്തോഷിനെ ഉപദ്രവിക്കുന്നതിന്റെ 15 വീഡിയോകളാണ് പ്രതികളുടെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. മാരകമായി രക്തം വാർന്നൊലിച്ചു കിടക്കുന്ന ദേശ്മുഖിന്റെ മുഖത്തേക്ക് പ്രതികളിൽ ഒരാൾ മൂത്രമൊഴിച്ചതും പൊട്ടിച്ചിരിക്കുന്നതും ആ വീഡിയോകളിലുണ്ടായിരുന്നു. ആകെ 8 പ്രതികൾ. പ്രതികൾക്കെതിരെ മക്കൊക്ക വകുപ്പും ചുമത്തിയിരുന്നു. കേസിൽ അതിക്രമം, പിടിച്ചുപറി, കൊലപാതകം എന്നിങ്ങനെ 3 കേസുകളായാണ് പോലീസ് ആദ്യം ഫയൽ ചെയ്തിരുന്നത്. പക്ഷെ കുറ്റപത്രത്തിൽ കേസുകളെല്ലാം ഒരുമിച്ച് ചേർത്തു. കേസിൽ 8ാം പ്രതി കൃഷ്ണ അൻഡാലെ ഇപ്പോഴും പിടിയിലായിട്ടില്ല. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം.